ഹായ് ഗായ്സ്. സോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ആക്ച്വലി ഇന്ന് എനിക്ക് എന്താ തീമെന്നൊന്നും അറിയില്ല. ഒരു ഗായത്രി ചേച്ചിയും ബാക്കി എല്ലാവരും കൂടെ സർപ്രൈസ് ചെയ്യാണ്. അപ്പം ആസ് യു ക്യാൻ സി എന്നെ റൂമിൽ ഇവർ പൂട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്തോ, ആ പരിസരത്ത് വരരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു സ്കിൻ കെയറും ഗെറ്റ് റെഡിയൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ സ്കിൻ കെയർ കഴിയാറായി. ഞാൻ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗായത്രി ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഐഫോൺ തരാം, നീ വീഡിയോ എടുക്ക്, എന്നിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കിൻ കെയർ കഴിയാറായി. എന്നാലും ഞാൻ ഇനിയുള്ളത് തൊട്ട് കാണിച്ചു തരാം. വാ. അപ്പം സ്കിൻ കെയർ ഇത്രയും ആയി ഗൈസ്. സോ ആദ്യം ഞാൻ ഈ ലിപ് ബാം ഇട്ടു, എന്നിട്ട് ടോണർ കഴിയാറായി, എന്നാലും ടോണർ ഇട്ടു. പിന്നെ ഈ ഫോക്സ് ടെയിലിൻ്റെ വിറ്റമിൻ സി സെറും, പിന്നെ ഈ മോയ്സ്ചറൈസർ, നിവ്യയുടെ അടിപൊളി മോയ്സ്ചറൈസറായിട്ടത്. ഇനി എനിക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് സൺസ്ക്രീനും കൂടി ഇട്ടാൽ മതി. അപ്പോൾ നമുക്കതിപ്പോൾ ഇടാം. ഇങ്ങനെ ചുമ്മാ ഡോട്ടായി ഇട്ട് കൊടുത്തിട്ട് എല്ലാം സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് പക്ഷെ പുറത്തടക്കണ ചില ഹിൻസൊക്കെ കിട്ടി, എന്നാലും ഞാനൊന്നും പറയണില്ല. ഇവർ കളർ തീം എനിക്ക് പറഞ്ഞു തന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഔട്ട്ഫിറ്റ്സ് എന്താ ഇടണ്ടെന്ന് പറഞ്ഞപ്പം കളർ തീം എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ കളർ ഞാൻ ഇപ്പോൾ പറയണില്ല. ഗസ്റ്റ് ഇടേണ്ടത് ഒന്നുകിൽ ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ ബ്ലാക്കാണ്. മിക്കവരും ബ്ലാക്ക് ഇടത്തുള്ളൂ, കാരണം ആയിരിക്കാം ഗോൾഡൻ യെല്ലോ ഒക്കെ ഉള്ളത്. ഉണ്ടെങ്കിൽ അതിടട്ടെ. സോ ഇതാണ് കളർ സ്കീം. തീം എനിക്ക് ചെറിയ ഹിൻസൊക്കെ കിട്ടി, പക്ഷെ ഞാൻ ഒന്നും ഇപ്പം പറയണില്ല. ആണെന്ന് തോന്നുന്നു, നോട്ട് ഷുവർ. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയും കൂടെ ഇട്ടിട്ട് വരാം. അത്യാവശ്യം എല്ലായിടത്തും ഈവണായിട്ട് സ്പ്രെഡായിട്ടുണ്ട്. അപ്പം പരിപാടി 5 മണിക്കാണ് വച്ചേക്കണേ. അപ്പം ഒരു 5:30 മാക്സിമം ആകുമ്പോൾ എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കണം. സോ ലെറ്റ്സ് സീ. ഇനി നമുക്ക് ഡ്രസ്സിങ്ങിലോട്ട് കിടക്കാം. ഇതാണ് നമ്മൾ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഇതൊരു മെറൂൺ ഡാർക്ക് റെഡ് ബോഡി കോണാണ്. സോ ഇനി നമുക്കിതിട്ടിട്ടാണ്. സോ ഹൗസ് ദ ഡ്രസ് യോൾ? ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട്, ഈ ഗോൾഡ് ചെയിൻ. അപ്പം ഇനി നമുക്ക് ആക്സസറീസിലോട്ട് അടക്കാം. സോ ഞാൻ ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ പോകുന്നത് ഈ ഗോൾഡ് ഇയറിങ്സ് ആണ്. സോ ദിസ് ഇസ് ദ ഇയറിങ്സ്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ മാല ഒന്നും ഇടണില്ല, ബിക്കോസ് ഈ ചെയിൻ ഓൾറെഡി ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഹെയർ ചെയ്യണം, മേക്കപ്പ് ചെയ്യണം. സോ സീ യു ദെൻ. സോ മേക്കപ്പ് എന്നൊന്നും പറയാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ഞാൻ കണ്ണെഴുതും, പിന്നെ ബ്ലഷ് ഇടും. ബ്ലഷ് മസ്റ്റാണ്. പിന്നെന്താ ലിപ്സ്റ്റിക്ക് ഇടും, ഇത്രേ ഉള്ളൂ. സോ നമുക്ക് ആദ്യം എൻ്റെ ഐബ്രോ ഭയങ്കര ബുഷി ഐബ്രോസാണ്. അപ്പം മര്യാദക്ക് ഇക്കൂല. അപ്പം നമുക്കതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സോ ആദ്യം മേളിലോട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യുക, എന്നിട്ട് അത് ഷേപ്പ് ചെയ്ത് സൈഡിലോട്ട്. ദാറ്റ്സ് ഇറ്റ്. അത് തന്നെ ഇപ്പുറത്തും ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇനി ചുമ്മാ ഈ ഒരു ഇതും കൊണ്ട് വെറുതെ ഒന്ന് വരയ്ക്കുക. ഓക്കെ. സോ മൈ ഐബ്രോസ് ആർ ഡൺ. ഇനി നമുക്ക് ലിപ്പ് ചെയ്യാം. സോ അതിനുവേണ്ടി ഞാൻ ഈ പാലറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് വീഡിയോസിലൊക്കെ ഇത് കണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നുണ്ട്. പിന്നെ
ഈ ഒരു ഡസ്കി പിങ്കും പിന്നെ ഈ ഒരു റെഡും നമുക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം. പുറത്തായി ഗൈസ്. ഓക്കെ, ലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യാൻ ഞാൻ സെയിം കളേഴ്സൊക്കെ തന്നെ എടുക്കണേ. സെയിം കളേഴ്സ് എടുക്കുക, എക്സെപ്റ്റ് ആ ഒരു വൈബ്രൻറ്റ് റെഡ് ഞാൻ എടുക്കണില്ല. യെസ്, ഇത്രയേ ആണുള്ളൂ. ഓക്കെ, ഇനി ബ്ലഷ്. അപ്പം നമുക്ക് ബ്ലഷിന് കുറച്ച് ഒരു പിങ്കി ഷെയ്ഡ് എടുക്കാം. ഞാൻ ഈ ഒരു പിങ്കും ഇതും ആണ് എടുക്കണേ. പിന്നെ റെഡ് ഒരു ചെറിയൊരു ഡാബ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ചുമ്മാ ഇങ്ങനെ സർക്കിൾസ് ആയിട്ട് റൗണ്ട് ആൻഡ് റൗണ്ട് ഇനി കൈവച്ചൊന്നും ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി പുറത്തും അതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, സോ ബ്ലഷും ആയിട്ടുണ്ട്. ഇനി കണ്ണെഴുതാം. അതിന് എനിക്ക് ഇവിടുന്ന് കണ്ണെഴുതിയാൽ ശരിയാവില്ല. ഞാൻ അവിടെ പോയി കണ്ണെഴുതിയിട്ട് വരാം. ഓക്കെ, സോ ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട്. ഇനി മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ ചെയ്യണം. സോ മുടി അയച്ചിട്ടിട്ട് ഒരു ക്യൂട്ട് ബോ വയ്ക്കാനാണ് പ്ലാൻ. അപ്പം ഇനി മുടി ഒന്ന് വൃത്തിക്കൊന്ന് അടക്കി വയ്ക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒന്ന് സ്ട്രെയിറ്റ്നർ അല്ല, പക്ഷെ ഇത് ഡസ് ദ സെയിം തിങ്. ഇറ്റ് സ്ട്രെയിറ്റൻസ് യുവർ ഹെയർ ബട്ട് ഇറ്റ്സ് നോട്ട് ഇൻ ദ ഫോം ആസ് ദ സ്ട്രെയിറ്റ്നർ യു തിങ്ക്. സോ യാ, ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് more of a wavy result than straight as you think. So yeah, ഞാൻ ചെയ്തിട്ട് വരാം ഗൈസ്. സോ മുടി ഇപ്പം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്യൂട്ട് ബോ വയ്ക്കാം. സോ ഇതാണ് ഗൈസ് ബോ, ഒരു ഗോൾഡൻ കളർ ക്യൂട്ട് ബോ ആണ്. നമുക്കിത് മുടിയിൽ വയ്ക്കാം. സോ ഒരു മെസ്സി വൈബാണ് നോക്കുന്നത്. കുറച്ചൊന്ന് എടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്കെ.